മുംബൈയിൽ വീണ്ടും വ്യാജ പാൽ ഭീഷണി. നഗരവാസികൾ ദിവസേന കുടിക്കുന്ന പാലിൽ പോലും വിഷം കലർത്തുന്ന ക്രൂരതയാണ് പുറത്തു വന്നിരിക്കുന്നത്. അന്തേരി വെസ്റ്റിൽ മായം ചേർത്ത പാൽ പാക്കറ്റുകളിലാക്കി വിപണിയിൽ എത്തിച്ചിരിക്കുന്ന ഒരു കുടുംബം പിടിയിലായി. പാൽ നേരിട്ട് ലഭിക്കേണ്ട കേന്ദ്രങ്ങളിൽ പോലും ശുദ്ധ പാൽ കിട്ടാത്ത അവസ്ഥയാണ്. നഗരത്തിലെ പാൽ വിതരണം നിയന്ത്രിക്കുന്നത് പാൽ മാഫിയ എന്നാണ് ഗുരുതരമായ ആരോപണം. മുംബൈ അന്തേരിയിലാണ് മനുഷ്യാരോഗ്യത്തെ വെല്ലുവിളിക്കുന്ന ഞെട്ടിക്കുന്ന സംഭവം പുറത്തുവന്നത്. മായം ചേർത്ത പാൽ പാക്കറ്റുകളിൽ നിറച്ച് വിതരണം ചെയ്തിരുന്ന കുടുംബത്തെയാണ് അധികൃതർ കണ്ടെത്തിയത്. മുംബൈയിലെ പാൽ കേന്ദ്രങ്ങളിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് നേരിട്ട് പാൽ ലഭിക്കാത്ത സാഹചര്യത്തിൽ നഗരത്തിലെ പാൽ വിതരണം മുഴുവൻ നിയന്ത്രിക്കുന്നത് പാൽ വിതരണ മാഫിയാണെന്ന ആരോപണം ശക്തമാവുകയാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകനായ തുഷാർ റായ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച വീഡിയോയാണ് ഈ ഞെട്ടിക്കുന്ന സത്യം പുറത്തു കൊണ്ടുവന്നത്. പാലിൽ ഡിറ്റർജന്റ് പൗഡർ, യൂറിയ, സോപ്പ്, റിഫൈനറി ഓയിൽ, സിന്തറ്റിക് കെമിക്കൽസ് എന്നിവ കലർത്തിയാണ് കൃത്രിമ പാൽ തയ്യാറാക്കുന്നത്. ശേഷം 1 ലിറ്റർ പാൽ 2 ലിറ്ററാക്കാൻ വെള്ളം ചേർക്കുന്നു. വീഡിയോയിൽ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം വ്യാജപാൽ നിർമ്മാണം കാണിക്കുന്നതും പാക്കറ്റുകളിൽ തീ ഉപയോഗിച്ച് ഒട്ടിക്കുന്നതും വ്യക്തമായി കാണാം. ഇത്തരത്തിലുള്ള പാൽ ദീർഘകാലം ഉപയോഗിക്കുന്നത് കരൾ, വൃക്ക പ്രവർത്തനങ്ങൾ തകരാറിലാക്കുകയും ഗുരുതരമായ ആമാശയ, ചർമ്മ, നേത്രരോഗങ്ങൾക്കും കാരണമാകുമെന്ന മുന്നറിയിപ്പാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്നത്. സംഭവം പുറത്തുവന്നതോടെ പാൽ ഉൽപ്പന്നങ്ങളുടെ സംഭരണം, ഉൽപാദനം, വിതരണം നടത്തുന്ന യൂണിറ്റുകൾ എന്നിവ പരിശോധന നടത്താൻ അധികൃതരുടെ റീജിയണൽ ഓഫീസുകൾക്കും സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്നാൽ ഇത്തരം വ്യാജ പാൽ നിർമ്മാണം വർഷങ്ങൾക്ക് മുമ്പും മുംബൈയിൽ പിടികൂടിയിട്ടുണ്ട്. അന്ന് കുറ്റവാളികൾ നിയമത്തിന് മുന്നിലെത്തിയെങ്കിലും പാൽ മാഫിയ വീണ്ടും തലപൊക്കുകയാണ്. ചോദ്യം ഒന്നു മാത്രം: നഗരവാസികൾ കുടിക്കുന്ന പാൽ എത്രത്തോളം സുരക്ഷിതം? ആരോഗ്യവുമായി കളിക്കുന്ന ഈ കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് ഇനി ഉയരുന്ന മറ്റൊരു ചോദ്യം. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.